കുറച്ച് നാളായിട്ട് നമ്മുടെ തലപതിയുടെ ലൈഫിന്റെ ഗ്രാഫ് കുത്തനെ താഴോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ അവസാന സിനിമ എന്ന് പറയപ്പെടുന്ന ജനനായകന് പോലും റിലീസിന് അനുമതിയില്ല. പിന്നെ പുള്ളിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പൊളിറ്റിക്സിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാടെണ്ണം. ഇതിനകത്ത് ചില കാര്യങ്ങളെങ്കിലും ചെറിയ രീതിയിൽ പുള്ളിയുടെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം തുടക്കം എവിടെ മുതലാന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ന് കരിയറിന്റെ ഉച്ചം വിട്ട് ഇറങ്ങി അന്ന് മുതൽ തുടങ്ങിയ കണ്ടക്ഷനെയാണിത്. പുള്ളി ഇതിനു മുമ്പുള്ള സിനിമകൾക്കും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ നമ്മുടെ അണ്ണൻ നെഞ്ചി വിരിച്ച് നേരിട്ടിട്ടുമുണ്ട്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ജനനായകന്റെ അവസ്ഥ പോലെ തന്നെ മെർസലിന് ഇതുപോലെ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിട്ട് തിരിച്ചടിച്ചിട്ട് മുതലാണ് നമ്മുടെ തലപതി. അമ്മാതിരി മാസമായിരുന്നു പുള്ളി ആ സമയത്ത് കാണിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ പ്രതികരിക്കാൻ ഇപ്പൊ പറ്റത്തില്ല. ഒന്നാമത് ഇപ്പൊ പ്രശ്നത്തിന് മേളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അതിന്റെ കൂടെ ഇങ്ങനെയും കൂടി ഇട്ടാ ഇപ്പൊ ഇരിക്കുന്നതിനേക്കാളും വട്ടത്ത് വലിച്ചിരിക്കത്തേ ഉള്ളൂ. അത് പുള്ളിക്ക് പറയുന്നതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് പുള്ളി അടങ്ങിയിരിക്കുന്നു മാത്രം. അതേസമയം പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുള്ളി പ്രതികരിക്കുന്നുമുണ്ട്. വരുന്ന ഇലക്ഷനിൽ പുള്ളി CM ആവുമെന്ന് നമുക്ക് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. തലപതിക്ക് ഒത്തിരി ഫാൻസ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. എന്നാലും എതിരെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ നല്ല പണിയാണ് പുള്ളിക്കെതിരെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇനി ഇലക്ഷനോട് അടുക്കുമ്പോൾ പുള്ളി എത്രത്തോളം കഷ്ടപ്പെടുമെന്ന് കണ്ടു തന്നെ അറിയണം. നമ്മുടെ തലപതി ചിലപ്പോൾ CM ആയേക്കാം, ആവാതെ ഇരിക്കാം. CM ഒന്നും ആവല്ലേന്നാണ് എന്റെ പ്രാർത്ഥന. പുള്ളി ഇലക്ഷന് പൊട്ടിയിട്ട് നമ്മുടെ പഴയ തലപതിയായിട്ട് തിരിച്ചു വരണമെന്നാണ് എന്റെ ആഗ്രഹം. പുള്ളിയുടെ ആഗ്രഹം ഇലക്ഷന് നിൽക്കണം ചെയ്യണമെന്നല്ലേ, എങ്കിൽ അതങ്ങ് നടക്കട്ടെ. പിന്നെ പലരും പറയുന്നത് പുള്ളി സിനിമയിലേക്ക് തിരിച്ചു വന്നാൽ പുള്ളിയുടെ സ്റ്റാർ അവിടെ തന്നെ കാണുമോന്ന്. പുള്ളി ഇപ്പൊ ഇലക്ഷന് ജയിച്ചു, ഒരു 10 വർഷം കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നാൽ പോലും പുള്ളിയുടെ സ്റ്റാറത്തിന് ആർക്കും തൊടാൻ പോലും പറ്റത്തില്ല. പുള്ളി CM ആയി കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് സിനിമയിലോട്ട് തിരിച്ചു വരുന്നതെന്ന് വിചാരിക്കുക. ആ വരുന്ന വരവിൽ തന്നെ ആദ്യം ചെയ്യാൻ പോകുന്ന സിനിമ ലിയോ 2 ആണെങ്കിലോ പിന്നൊന്നും ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. ലിയോ തന്നെ ഉണ്ടാക്കിയ ഹൈപ്പ് എത്രത്തോളം ആണെന്ന് നമുക്ക് തന്നെ അറിയാം. അതിന്റെ ഫ്ലാഷ് ബാക്ക് മോശമായിരുന്നെങ്കിൽ പോലും ലിയോ എന്ന ക്യാരക്ടർ അല്ലെങ്കിൽ പാർത്ഥിവൻ എന്ന ക്യാരക്ടറിന് തന്നെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. ലിയോ 2 അങ്ങാണം വന്ന ഇപ്പോൾ ഉള്ള സ്റ്റാർഡത്തിനേക്കാളും അങ്ങ് പീക്ക് ലെവലെത്തും പുള്ളിയുടെ സ്റ്റാർഡം. ഇനിയിപ്പോ പുള്ളി ഇലക്ഷന് തോറ്റാൽ തന്നെ കുറച്ച് നാളത്തേക്കെങ്കിലും സോഷ്യൽ മീഡിയ പുള്ളി എടുത്തിട്ട് അങ്ങ് അലക്കും. അതിന്റെയൊക്കെ ഇത് കഴിയുമ്പോൾ പിന്നെയും പുള്ളി സ്ക്രിപ്റ്റ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് പുതിയ സിനിമയിൽ അഭിനയിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ പോലും പുള്ളിയുടെ സ്റ്റാർഡത്തിന് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇനിയിപ്പോ ഈ കറണ്ട് സിറ്റുവേഷനിലോട്ട് തിരിച്ചു വന്നാൽ ആ ഇലക്ഷൻ നടക്കുന്നത് എന്ന് വരെയാണോ അന്ന് വരെ പുള്ളിക്ക് നല്ല രീതിയിൽ പണി മേടിച്ചുകൊണ്ടേയിരിക്കും. അതിനു മുമ്പ് വരെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പൊ കേൾക്കുന്ന കാര്യങ്ങളെക്കാളൊക്കെ കൂടുതൽ അപ്പൊ കേട്ടൊന്നും വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പുള്ളിയുടെ പബ്ലിക്കുള്ള ഇമേജ് കുറച്ചിട്ട് പുള്ളിയുടെ കരിയറിനെ തന്നെ അത് ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി CM ഒന്നും ആവാതെ ഇലക്ഷന് പൊട്ടിയിട്ട് പുള്ളി തിരിച്ച് സിനിമയിലോട്ട് തന്നെ വരണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ പറഞ്ഞതിന് എതിര് പറയുന്നവരുണ്ടായിരിക്കാം. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. പുള്ളി തിരിച്ചു വന്നിട്ട് ആ ലിയോ 2 പിന്നെ ആ തുപ്പാക്കി 2 ചെയ്യണം. ആ ഗോട്ട് വസ തോജിയൊന്നും വേണ്ട. ഈ 2 സിനിമയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഒരെണ്ണം പറയാൻ മറന്നുപോയി, പുള്ളി മാസ്റ്റർ 2 ചെയ്യണം. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ 3 ചെയ്തു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ഈ 3 കഴിഞ്ഞിട്ട് അജിത്ത് വിജയ് കോംബോ കൂടെ വരണം. ഇവരുടെ രണ്ടുപേരും കോമ്പിനേഷൻ ഒരു സിനിമ വന്നിട്ടുണ്ട് 1995 രാജാവിൻ പാർവയിലെ എന്നാണ് സിനിമയുടെ പേര്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ സൂര്യ വിജയ് കോംബോ ഇത് 1 by 1 ആയിട്ട് വരണമെന്ന് പോലും ഇല്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തന്നെ തലപതിയുടെ ഒരു ബിഗ് കംബാക്ക് നമുക്ക് കാണാൻ പറ്റും. തലപതിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട്. പുള്ളിയുടെ കരിയറിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ പുള്ളി ഫേസ് ചെയ്തിട്ടുമുണ്ട്. തന്റെ കൂടപ്പുറപ്പ് തന്നിൽ നിന്ന് വിട്ടുപോയതായിക്കോട്ടെ, പുള്ളിയുടെ സിനിമാ കരിയറിൽ പലരും അവഗണിച്ചതായിക്കോട്ടെ, എവിടൊക്കെ പുള്ളിയെ വീഴ്ത്തിയിട്ടുണ്ടോ അവിടൊക്കെ പുള്ളി ടോപ്പിൽ എത്തിയിട്ടേ ഉള്ളൂ. പുള്ളിയുടെ സിനിമാ കരിയറിൽ തന്നെ അത്രയും അവഗണനകൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യൻ സിനിമയിലെ തന്നെ ടോപ്പ് ആക്ടേഴ്സിൽ ഒരാളായിട്ട് മാറാനായിട്ട് തലപതിക്ക് പറ്റിയിട്ടുണ്ട്. പുള്ളിയുടെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ മാറി കടന്നിട്ട് പുള്ളി നമ്മുടെ ആ പഴയ തലപതിയായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. പുള്ളി ഇലക്ഷൻ ജയിക്കില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ. എന്തായാലും ഇലക്ഷൻ കഴിയുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ആ പഴയ തലപതി തിരിച്ചു കിട്ടിയിരിക്കും ഉറപ്പായിട്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അതെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.